Market. Phone 0495 224 4215. Brand Mania in City Flower. Best brand food, best price. Hurry up, limited period offer. City Flower department stores and hypermarket across Saudi Arabia and Bahrain. ആതുര ശുശ്രൂഷ സേവന രംഗത്ത് 2 പതിറ്റാണ്ടോളമായി പ്രശസ്ത നിലയിൽ വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന നടക്കാവിൽ ഹോസ്പിറ്റലിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി പ്രമുഖ ഡോക്ടർമാരുടെ സേവനത്തോടെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. നടക്കാവിൽ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. ഫോൺ 0494 264481. I will plan a holiday this time. But everything is planned, sweetheart. ITL, managing expectations. Fatima Supermarket Department Stores and Al Bateen Mall across the UAE and Oman. Fatima, find your style in shopping. Telephony Telecom Technologies, to be the #1 support service provider for telecom and IT solutions in the region with a global outlook and reach by providing cost-effective customer-oriented services. Telephony was a success from the word go. Today, Telephony can boast a veritable who's who of international companies as its clients. Telephony Telecom Technologies, in search of true greatness. ഉമേ, നീ റെഡിയായില്ലേ? ഞാൻ റെഡി. മോനെ, പർച്ചേസിനാണ് ഞാനും വരുന്നു. ഞാനും വരുന്നു. എനിക്ക് കുറച്ച് കോസ്മെറ്റിക്സും വസ്ത്രങ്ങളും മേടിക്കാനുണ്ട്. എനിക്ക് കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങണം. ആഴ്ചയിൽ ആകെ ഒരു അവധി ദിവസമാണ്. അതെല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ അറേബ്യ മുഴുവൻ അലഞ്ഞു തീർക്കണം. എനിക്ക് വയ്യ. ജിമാർട്ട്, വസീർ കോംപ്ലക്സ്, വസീർ സ്ട്രീറ്റ്, റിയാദ്, സൗദി അറേബ്യ. ജിമാർട്ട്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കൂടുതൽ പോഷകാഹാരങ്ങളോടെ ട്രഡീഷണൽ ബേബി വിറ്റ ഇൻ അസോസിയേഷൻ വിത്ത് ജനങ്ങൾക്കു വേണ്ടി ബോബി ആൻഡ് മറഡോണ ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി. والليل دجى من وفرته है नूर साहर. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ മഹിത സന്ദേശമെത്താൻ ഭാഗ്യം സിദ്ധിച്ച പ്രദേശമാണ് മലയാള നാട്. നാളിതുവരെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ അത്രയും കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാലാണ് എഴുതപ്പെട്ടത്. മദീനയിൽ നിന്നും അറബിക്കടൽ കടന്നെത്തിയ പുണ്യമതത്തിന്റെ സന്ദേശങ്ങളെ സഹോദര സമുദായ അംഗങ്ങളും നെഞ്ചേറ്റി. അതൊരു പരിവർത്തനത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ച് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉണർത്തുപാട്ടു പാടുകയായിരുന്നു. അതിന്റെയൊക്കെ നേതൃപദം അലങ്കരിച്ചതാവട്ടെ അറിവുകൊണ്ടും ലാളിത്യം കൊണ്ടും പേരും പെരുമയും നേടിയെടുത്ത പണ്ഡിതവരേണ്യർ. വിജ്ഞാന വീഥിയിലെ വിനയ സാന്നിധ്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗം ഉസ്താദ് മരക്കാർ ഫൈലിയാണ് ഇന്ന് പണ്ഡിത ചോദിസുകളിൽ. ഉസ്താദിന്റെ ജനനം, പ്രാഥമിക പഠനം, അറിവിന്റെ ഉറവ തേടിയുള്ള പ്രയാണങ്ങൾ എല്ലാം ഉസ്താദ് പറഞ്ഞു തുടങ്ങുകയാണ് നമ്മോട്. 1946 ഡിസംബർ 1-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ അംഗവും ഫത്വ കമ്മിറ്റി മെമ്പറുമായിരുന്ന അരങ്ങത്തിൽ വീരാൻകുട്ടി മുസ്ലിയാരുടെയും ഉമ്മാത്തുമ്മയുടെയും മകനായി പത്തമ്പാട്ട് മഹല്ലത്തിൽ ജനിച്ചു. പാലമ്പറമ്പിൽ മുഹമ്മദ് ഹുസൈൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പത്തമ്പാട് ഹയാത്തു സിബിയാൻ മദ്രസയിൽ പ്രാഥമിക പഠനം തുടങ്ങി. പത്തമ്പാട്ട്
LP സ്കൂളിലും പ്രാഥമിക പഠനം നടത്തി. പിന്നീട് വാപ്പയുടെ കൂടെ മദ്രസ പഠനത്തിന് ശേഷവും സ്കൂളിലെ UP സ്കൂളിലെ 8ാം ക്ലാസ് പഠനത്തിന് ശേഷവും താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിൽ ദർസ് പഠനം തുടങ്ങി. ദർസ് പഠനത്തിൽ ഇസ്ലാഹുൽ ഉലൂമിൽ 9 കൊല്ലക്കാലം പള്ളി ദർസിൽ ഇസ്ലാഹുൽ ഉലൂമിന്റെ കീഴിലുള്ള വലിയ കുളങ്ങര പള്ളിയിലും കോളേജിലുമായി ദർസ് പഠനത്തിൽ തുടർന്നു. 9 കൊല്ലങ്ങൾക്ക് ശേഷം ജാമിയ നൂരിയയിലേക്ക് ഉപരിപഠനത്തിനായി പോയി. പ്രാഥമിക പഠനത്തിനു ശേഷം ദർസി കിതാബുകളിലെ മുത്തുകൾ തേടിയുള്ള യാത്ര. ത്യാഗമനസ്സോടെ അവ പെറുക്കിയെടുക്കുകയായിരുന്നു. അന്നത്തെ പാഠ്യരീതിയും പഠനാനുഭവങ്ങളും ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഉസ്താദിന്. മദ്രസ പഠനം വരെ പഠിക്കുന്നത് പരിപൂർണമായി മനസ്സിലാക്കി പഠിച്ച് വളരെ കുറച്ചാണെങ്കിലും അതെല്ലാം കൃത്യമായി പഠിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ദർസിൽ ഓതുന്ന കിതാബുകളെല്ലാം തന്നെ പരിപൂർണമായി മനഃപ്പാഠമാക്കി ഏറ്റവും നഹ്വ് സർഫ് പോലെയുള്ള വിഷയങ്ങൾക്ക് വളരെ ഊന്നൽ നൽകി കിതാബിന്റെ ഇബാറത്തുകളെ ഹല്ല് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ കുട്ടികളെല്ലാം ഒരു പ്രാവശ്യം ഓതിയാൽ മറ്റ് വിഷയങ്ങളിലേക്ക് ചിന്തിക്കാതെ ആ പഠിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിപൂർണമായി ആ പഠിച്ചത് ശരിക്ക് ഓർമ്മയിൽ നിർത്താവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ കിതാബുകളും പഠിച്ചു കഴിഞ്ഞാൽ ആ കിതാബുകളിൽ മഹാന്മാരായ ഉസ്താദുമാരുടെ കിതാബുകളിൽ എഴുതി ചേർത്ത ശറൈകളൊക്കെ എഴുതാനും അത് വായിക്കാനും അത് ശരിക്ക് മനസ്സിൽ നിർത്താനും ശ്രമിച്ചിരുന്നു. അങ്ങനെ എത്ര കിതാബുകൾ ഓതിയാലും അതൊക്കെ മനഃപ്പാഠമാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അന്നുണ്ടായിരുന്നത്. അൽഫ് പോലെയുള്ള കിതാബുകളിൽ എല്ലാ 1000 ബെയ്ത്തുകളും ആദ്യം മുതൽ അവസാനം വരെ മിക്കവാറും വിദ്യാർത്ഥികളും മനഃപ്പാഠമാക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അന്ന് ഓതിയിരുന്നത്. മതത്തെയും മതപണ്ഡിതരെയും സ്നേഹിക്കുന്ന നാട്ടുകാരുടെ നിസ്സീമമായ സഹകരണങ്ങളും സഹായങ്ങളുമായിരുന്നു അക്കാലത്തെ ഉലമാക്കളുടെ പഠനങ്ങൾക്കുള്ള പ്രചോദനങ്ങൾ. സാമ്പത്തികാവസ്ഥ വളരെ മോശമായിരുന്നു. പരിമിതമായ ആളുകൾക്ക് മാത്രമേ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നുള്ളൂ. ദർസ് വിദ്യാർത്ഥികൾക്ക് എത്ര കഴിവ് കുറഞ്ഞവരാണെങ്കിലും ഇൽമിനെ സ്നേഹിച്ച് ആ ദർസ് വിദ്യാർത്ഥികൾക്ക് ഉള്ള ഭക്ഷണം നൽകി അവരെ പരിപാലിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. ചിലപ്പോൾ ഭക്ഷണത്തിന് ചെന്നാൽ ഭക്ഷണം കിട്ടാൻ താമസം വരും. ചിലപ്പോൾ ഉദ്ദേശിച്ച ഭക്ഷണം ഉണ്ടാവുകയില്ല. ചില സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാതെയും കഴിയേണ്ട അവസ്ഥകൾ അന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം സഹിച്ച് ഇൽമ കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ത്യാഗം സഹിക്കാൻ തയ്യാറായ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പുതുകാലത്തെ അപേക്ഷിച്ച് പഠനരീതിയിൽ വിശാലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും പലരിൽ നിന്നും ആത്മാർത്ഥത അന്യം നിന്നു പോകുന്നുവെന്ന ശങ്ക മറച്ചുവെക്കുന്നില്ല ഉസ്താദ്. അതിന്റെ കാരണവും വ്യക്തം. അന്നത്തെ അപേക്ഷിച്ച് പഠന നിലവാരത്തിന്റെ രൂപങ്ങൾ കുറച്ച് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതായത് കുറെ ഭാഷാ പഠനങ്ങളും അതുപോലെ ഇൽമ് പിന്നെ പൂർണ്ണമായി ദഅവത്ത് ചെയ്യാനുള്ള മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠന രീതി മുമ്പത്തതിനേക്കാൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പഴയ കിതാബുകളൊക്കെ പഴയ കാലത്ത് വളരെ കൂടുതൽ ഓതിയിരുന്നു. അന്ന് ഈ വിധത്തിലുള്ള ഒരു വിശാലത ആളുകൾക്ക് വരാത്തതിന്റെ പേരിൽ അന്ന് ദഅവത്തിന് ഇത്രമാത്രം ആവശ്യമുണ്ടായിരുന്നില്ല. കാലത്തിനനുസൃതമായി പഠന രീതിയിൽ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൂർത്തി, സാറിനെ കാണാനാ? മോൾ IAS പാസ്സായി. അപ്പൊ സാറിനെ കണ്ട് സ്വീറ്റ്സ് കൊടുക്കാന്ന്. ഇന്ന് മാഡത്തിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് സാർ കുറച്ച് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജോസ് അലുക്കസിൽ പോണം. ഓക്കെ സാർ. സാർ ഒരു മിനിറ്റ്.
മൂർത്തി സാറേ, ഇതിലേത് വാങ്ങണം? മാഡത്തിനല്ലേ? ഇത് നന്നായിരിക്കും. വലിയ സന്തോഷാവും. ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് മാത്രമല്ല, കൊടുക്കുന്നവർക്കും ഇല്ലേ സന്തോഷം? സാർ, ഈ ലെഫ്റ്റ് എടുത്തോളൂ. എന്താ മൂർത്തി, വീട്ടിലേക്കുള്ള വഴി മറന്നോ? നമ്മുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവർ ഇവരും നമുക്ക് സ്വന്തമല്ലേ? ജോസ് ആലുക്കാസ്, ഇത് പൊന്നിൽ തീർത്ത ബന്ധം. Excellence in quality healthcare. Shifa Jidda Polyclinic. Dedicated service. Well-experienced doctors. Well-equipped laboratory. Huge quantity medicines. 24-hour emergency service. Ikama Baladia E-Medical. Insurance facility. Shifa Jidda Polyclinic, Jeddah and Makkah. ആകാർ ബ്രൈഡൽ കളക്ഷൻസ്, ലുലു ഗോൾഡ്, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്. സ്നേഹം പോലെ ഒരാതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, മക്രോണ സ്ട്രീറ്റ്, ജിദ്ദ, സൗദി അറേബ്യ. Old school, if that's what's told. What's told will more than stranglehold. It's time to change. It's time to change. Break the chains, it's time for change. SD Cargo Door to Door. വേഗതയിലും സുരക്ഷിതത്വത്തോടെയും നിങ്ങളുടെ കാർഗോ ഇനങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. SD Cargo Door to Door. നമ്പർ 1 സർവീസ് ടു കേരള, സൗദി അറേബ്യ, ബഹ്റൈൻ, UAE, ഖത്തർ, കുവൈറ്റ്, സിംഗപ്പൂർ, മലേഷ്യ ആൻഡ് Taufik Wedding Center, the Trendy of Malabar, KS Road, Narikuni, Calicut. Phone 0495 224 4215. ചേട്ടാ, കൂവപ്പൊടി ഉണ്ടോ? കൂവപ്പൊടി എന്താ? കൂവപ്പൊടിയാണോ അതോ ചോളപ്പൊടിയാണോ? കൂവപ്പൊടി വളരെ നല്ലതാണ്, പക്ഷേ ഒറിജിനൽ ആയിരിക്കണം. കൂവ, ഒറിജിനൽ കൂവപ്പൊടി. കൂവ, ശുദ്ധമായ കൂവപ്പൊടി. ദർസ് പഠനകാലമത്രയും സ്വന്തം പിതാവിന്റെ അടുക്കൽ നിന്നു തന്നെ വിദ്യ നുകരാൻ ഉസ്താദിന് ഭാഗ്യം ലഭിച്ചു. 9 കൊല്ലക്കാലം താനൂരിലാണ് ഞാൻ ദർസ് പഠനം നടത്തിയത്. ദർസിലെ ഉസ്താദ് എന്റെ സ്വന്തം പിതാവ് മാത്രമായിരുന്നു. പിതാവിൽ നിന്ന് മാത്രമാണ് ഞാൻ തല മുതൽ ജാമിയായിൽ പോകുന്നത് വരെ എല്ലാ കിതാബുകളും ഓതിയിട്ടുള്ളത്. എന്റെ പിതാവിന്റെ ആ സ്ഥിതി കൂടുതൽ ഫിഖ്ഹിൽ താല്പര്യത്തോടുകൂടി ജീവിച്ചിരുന്ന ആളായിരുന്നു. ഫഖീഹ് വീരാൻകുട്ടി മുസ്ലിയാർ എന്നാണ് അക്കാലഘട്ടത്തിലുള്ള ഉസ്താദുമാരൊക്കെ വാപ്പാനെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്തിരുന്നത്. അപ്പൊ ഫിഖ്ഹിന്റെ കാര്യങ്ങളിൽ തൊഹഫ, നിഹായ, മുഹരി പോലെയുള്ള ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ കിതാബുകളിലൊക്കെ തന്നെ വളരെ പാണ്ഡിത്യത്തോടുകൂടെ മുതാലിമീങ്ങൾ അതിലേക്കൊക്കെ ആകർഷിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിൽ ദർസ് നടത്തിയിരുന്ന ആളായിരുന്നു. അന്ന് ഇസ്ലാഹുൽ ഉലൂമിലെ മറ്റൊരു ഉസ്താദായിരുന്നു ഞാൻ ചെന്ന കാലത്ത് മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുൻകാല പ്രസിഡന്റായിരുന്ന KK അബൂബക്കർ ഹസറത്ത് റളിയല്ലാഹു മർക്കദ മഹാനബറുകളും അന്ന് കോളേജിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കിതാബ് ഓതിയിരുന്നത് കൂടുതലും എന്റെ ഉപ്പയുടെ വക്കിൽ നിന്നായിരുന്നു. KK ഉസ്താദിന്റെ വക്കിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. മതവിദ്യാഭ്യാസ രംഗത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നിരവധി ആകർഷണീയമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സമസ്തയും സമസ്തയുടെ പോഷക ഘടകങ്ങളും പ്രവർത്തനത്തിൽ വ്യാപൃതരാണെന്ന് ഉസ്താദ് വിശദീകരിക്കുന്നു. പല കാര്യങ്ങളും സമസ്ത കേരള ജമിയത്തുലുമായും അതിന്റെ പോഷക സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. SMFന്റെ കീഴിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാ പള്ളികളിലും ദർസ് സ്ഥാപിക്കണമെന്ന നിലയിൽ വളരെ ത്യാഗം സഹിച്ച് ഒരുപാട് പള്ളികളിൽ പള്ളി ദർസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
അതേ പ്രകാരം ഇപ്പോൾ SMF-ന്റെ കീഴിൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തി സ്വദേശി ദർസുകളും ആ സ്വദേശികളായ കുട്ടികളെ പൂർണ്ണമായി വളർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുലമായും അതിന്റെ പോഷക സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു കാലങ്ങളായി ജമിയത്തുൽ മുദല്ലിസീൻ എന്നൊരു സംഘടന സമസ്തയുടെ കീഴിൽ രൂപീകരിച്ച് ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ സജീവമായി പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദ് മരക്കാർ ഫൈലിയുടെ ഉപരിപഠനം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിലായിരുന്നു. ജാമിഅയുടെ വസന്തകാലമായിരുന്നു അത്. ഷെയ്ഖുന ഷംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി അതുല്യ പണ്ഡിതരായിരുന്നു അവിടെ അന്ന് അധ്യാപകർ. മരക്കാർ ഫൈലി ഉസ്താദിന് അവരെ പറ്റിയുമുണ്ട് ജ്വലിക്കുന്ന ഓർമ്മകൾ. ജാമിഅ നൂരിയയിൽ ഞാൻ ചേർന്ന കാലഘട്ടത്തിൽ മഹാനായ ഷംസുൽ ഉലമ നബറല്ലാഹു മർക്കദ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ, മഹാനായ കോട്ടുമല ഉസ്താദ് നബറല്ലാഹു മർക്കദ, ഇവർ മൂന്നുപേരും ഒന്നിച്ച് ജാമിയയിലെ ഉസ്താദുമാരായ സന്ദർഭത്തിലാണ് ഞാൻ ജാമിയയിൽ പോയത്. 1961 മുതൽ 68 മുതലാണെന്ന് എൻ്റെ ഓർമ്മ. 68 മുതൽ 4 കൊല്ലക്കാലം 6ാം ക്ലാസ്സിൽ ചേർന്ന് മുത്തബ്ബൽ ഫൈനൽ കഴിയുന്നത് വരെ 4 കൊല്ലം ജാമിയയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മഹാനായ ശംസുൽ ഉലമയുടെ നിയന്ത്രണം ഒരു നിസ്തുലമായ നിയന്ത്രണമായിരുന്നു വിദ്യാർത്ഥികളിൽ ഉണ്ടായിരുന്നത്. മഹാനായ ശംസുൽ ഉലമ എല്ലാ വിദ്യാർത്ഥികളുടെയും ബൗദ്ധികവും ആത്മീയവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം തീവ്രമായി ശ്രമിച്ച് മഹാനായ ശംസുൽ ഉലമ എല്ലാ വിദ്യാർത്ഥികളെയും പരിപൂർണമായി നിയന്ത്രിച്ച് ഉന്നതിയിലേക്ക് ഉയർത്തി. അന്ന് ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന മുതാലിമീങ്ങളെല്ലാം തന്നെ ഒരുപാട് ആളുകൾ ഉന്നത പദവിയിൽ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദീനിയായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ പോലെ ഉള്ള സാഹചര്യങ്ങളല്ല, യാത്രക്ക് വളരെ പ്രയാസങ്ങളുണ്ടായിരുന്നു. മഹാനായ ശംസുൽ ഉലമ വരെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് പോലെ ബസ്സിൽ കയറിയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. കണ്ണിയത്ത് ഉസ്താദും ഞങ്ങളും എല്ലാവരും കൂടി ചിലപ്പോൾ ഒരേ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ പല പ്രാവശ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം തന്നെ ആ ത്യാഗങ്ങളൊക്കെ സഹിച്ച് മഹാനായ ശംസുൽ ഉലമക്ക് ശനിയാഴ്ച ക്ലാസ്സിന് വന്നാൽ വ്യാഴാഴ്ച മാത്രം വീട്ടിൽ പോകുന്ന ഒരവസ്ഥയിൽ ആ ജാമിഅ നൂരിയയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ മാതൃകാപരമായി അവരെ ജീവിതം നേരെ പകർത്തിയെടുക്കാനുള്ള ജീവിത രീതിയായിരുന്നു ഈ മഹാന്മാരായ ഉസ്താദുമാർക്കുണ്ടായിരുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒരു കറാഹത്തോ ഖിലാഫുല്ലയോ ഒരിക്കലും വരുത്താത്ത വിധത്തിലുള്ള ജീവിതം പരിപൂർണമായി വിദ്യാർത്ഥികൾക്കൊക്കെ കാണാമായിരുന്നു. മഹാനായ ശംസുൽ ഉലമ വളരെ ദാക്കിറായി ആ ദർസ് നടത്താൻ വരുന്ന സമയം വരെ ദിക്റിലായി വ്യാപൃതനായി നിലകൊള്ളുന്ന ഒരവസ്ഥ എല്ലാ മുതാലിമികളും കണ്ടു പഠിക്കാവുന്ന ഒരവസ്ഥയായിരുന്നു. മഹാനായ കോട്ടുമല ഉസ്താദ് വളരെ വിനയത്തോടുകൂടെ ശാന്തമായി എല്ലാ കിതാബുകളും മുതാലിമികൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞുകൊടുത്ത് സ്നേഹത്തോടുകൂടെ മുതാലിമികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയായിരുന്നു. ഇവരെല്ലാം തന്നെ അവരുടെ എല്ലാ ഹറക്കാത്ത് സക്കലാത്തുകളിലും ഇഖ്ലാസും അവരുടെ ആത്മാർത്ഥതയും അതോടുകൂടെ അവരിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആത്മീയവും ബൗദ്ധികവുമായ ഉയർച്ചയും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നുള്ളതിന് അവർ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും പരിപൂർണമായി തെളിവായിരുന്നു, സാക്ഷിയായിരുന്നു. ജാമിഅ കാലവും കഴിഞ്ഞു. പിന്നെ സേവന സഫര്യ. തുച്ഛമായ വേതനമാണെങ്കിലും ചെയ്യുന്ന സേവനത്തിന് ബറക്കത്തുണ്ടെന്ന ദൃഢവിശ്വാസം ഉസ്താദുമാരെ മതപ്രബോധന പ്രചാരണ രംഗത്ത് പാറ പോലെ ഉറപ്പിച്ചു നിർത്തിയിരുന്നു. മരക്കാർ ഫൈലി ഉസ്താദിന്റെയും അനുഭവങ്ങൾ മറിച്ചല്ലായിരുന്നു. പഠിച്ചത് പകരുവാൻ ഉസ്താദ് മുദരിസിന്റെ കുപ്പായമിട്ടു. വിവിധ സ്ഥലങ്ങളിൽ ദർസ് നടത്തി. കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. ഐ ഫുരിള അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. ഇദാ ഹളറ അഹദകുമുൽ മൗതു, നിങ്ങളിൽ നിന്നൊരാളുടെ അരികിൽ മരണമെത്തിയാൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. ഐ അസ്ബാബുഹു, മരണത്തിന്റെ കാരണങ്ങൾ എത്തിയാൽ, മരണം ആസന്നമായാൽ. ഇൻ തറക ഖൈറൻ,
വല്ല സ്വത്തിനെയും അവൻ ബാക്കി വെക്കുകയാണെങ്കിൽ, ഒഴിവാക്കി വെക്കുകയാണെങ്കിൽ അൽ വസിയത്ത് ചെയ്യൽ അവന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. ലിൽ വാലിദൈനി, ഉമ്മ വാപ്പാർക്കും മുൽ അഖറബീന കുടുംബങ്ങൾക്കും, ബിൽ മഅറൂഫ്, മഅറൂഫോടുകൂടെ. 21 വർഷമായി ഒരേ സ്ഥലത്ത് ദർസ് നടത്തി നിരവധി പണ്ഡിതരെ വാർത്തെടുക്കാൻ ഉസ്താദിനു കഴിഞ്ഞു. ചാരിതാർത്ഥ്യത്തോടെയല്ലാതെ ഓർക്കാനാവില്ല ഇതൊന്നും. ജാമിയയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായി ദർസ് തുടങ്ങിയത് കരിങ്ങനാട് എന്ന സ്ഥലത്താണ്. കരിങ്ങനാട് എന്ന സ്ഥലത്ത് ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ കുഞ്ഞാപ്പു മുസ്ലിയാരായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മഹാനവറുകൾ ശംസുൽ ഉലമയോട് വന്ന് ഞങ്ങൾക്കൊരു മുദരിസിനെ വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ 971 ഞാൻ ജാമിയയിൽ നിന്ന് ബിരുദം വാങ്ങിയ ഉടനെ മഹാനായ ശംസുൽ എന്നെ വിളിച്ച് ശംസുൽ ഉലമ നേരെ കരിങ്ങനാട് മുദരിസായി പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് മഹാനായ ശംസുൽ ഉലമയാണ് ആദ്യമായി ദർസിന് വേണ്ടി എന്നെ പറഞ്ഞയച്ചത്. അങ്ങനെ ഏതാണ്ട് ഒരു 2-3 കൊല്ലത്തിന്റെ അടുത്ത് കരിങ്ങനാട് ദർസ് നടത്തുകയും അതിനുശേഷം മഹാനായ ചാപ്പലങ്ങാടി ബാബു മുസ്ലിയാർ റബ്ബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ നേതൃത്വത്തിലായി നടക്കുന്ന കോട്ടക്കൽ പാലപ്പുറ പള്ളിയിൽ, ആ പാലപ്പുറ പള്ളിയിൽ മുദരിസായി നിൽക്കാൻ ബാപ്പു മുസ്ലിയാർ എന്നോട് നേരെ വിളിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. ഞാനത് സ്വീകരിച്ച് അങ്ങനെ കുഞ്ഞാബു മുസ്ലിയാരോട് സമ്മതം വാങ്ങി ബാബു മുസ്ലിയാർ മഹാനവറുകളുടെ നിർദ്ദേശാനുസരണം കോട്ടക്കൽ പള്ളിയിൽ 9 കൊല്ലക്കാലം ഞാൻ സേവനം ചെയ്തത്. ആ 9 കൊല്ലക്കാലത്തിന് ശേഷം പിന്നെ 1-2 സ്ഥലങ്ങളിൽ ചെമ്മൻകടവ്, കോങ്കയം പള്ളിയിൽ 1-2 കൊല്ലങ്ങൾ, അതേപ്രകാരം വള്ളിക്കാഞ്ഞീരം, പിന്നെ ബദരിയ കാലത്തൊരു ബദരിയ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് 1 കൊല്ലം, അതിനുശേഷം അയ്യായ പള്ളിയിൽ 2 കൊല്ലം, അത് കഴിഞ്ഞ് പിന്നീട് 21 കൊല്ലമായി ഇപ്പോൾ വാണിയള്ളൂരിൽ മുദരിസായി സേവനം ചെയ്യുകയാണ്. ഇപ്പോഴും വാണിയള്ളൂരിൽ മുദരിസായി തുടർന്നുകൊണ്ടിരിക്കുക. മൂർത്തി, സാറിനെ കാണാനാ? മോൾ IAS പാസ്സായി. അപ്പൊ സാറിനെ കണ്ട് സ്വീറ്റ്സ് കൊടുക്കാന്ന്. ഇന്ന് മാഡത്തിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് സാർ കുറച്ച് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ജോസ് അലൂക്കാസിൽ പോണം. ഓക്കെ സാർ. സാർ ഒരു മിനിറ്റ്. ഹലോ. യാ മൂർത്തി സാറേ, ഇതിലേത് വാങ്ങണം? മാഡത്തിനല്ലേ? ഇത് നന്നായിരിക്കും, വലിയ സന്തോഷാവും. ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് മാത്രമല്ല, കൊടുക്കുന്നവർക്ക് വലിയ സന്തോഷം. സാർ, ഈ ലെഫ്റ്റ് എടുത്തോളൂ. എന്താ മൂർത്തി, വീട്ടിലേക്കുള്ള വഴി മറന്നോ? നമ്മുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവർ ഇവരും നമുക്ക് സ്വന്തമല്ലേ? ജോസ് ആലുക്കാസ്, ഇത് പൊന്നിൽ തീർത്ത ബന്ധം. നമ്മുടെ മുത്തശ്ശിമാർ കൈമാറുന്ന അതേ രുചിയും പാരമ്പര്യവും നിലനിർത്തി കളറുകളോ മറ്റു രാസവസ്തുക്കളോ ചേർക്കാതെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബേബി വിറ്റ പാകം ചെയ്തെടുക്കാൻ വെറും 5 മിനിറ്റ് മതി. ട്രഡീഷണൽ ബേബി വിറ്റ. വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പൊൻതിളക്കവുമായി സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ശൃംഖല. ശതകോടി ജനങ്ങളുടെ തകർക്കാൻ പറ്റാത്ത വിശ്വാസം. സോന ജ്വല്ലേഴ്സ്, ഓൺലി ഇൻ സൗദി അറേബ്യ. വിറ്റാമിൻ പാലസ്, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ജ്യൂസ് സെന്റർ ശൃംഖല. നന്മകൾ കൈകോർക്കുമ്പോൾ നാം പറയും വിവാഹം. മനോഹരമായൊരു ജീവിതം രൂപകൽപ്പന ചെയ്യുന്ന മുഹൂർത്തം. വീണ്ടും ഒരു മംഗല്യകാലം. ഷാദി മെഹർജ ആഘോഷിക്കൂ എന്നും നന്മകൾ വിത്ത് ഫാത്തിമ ഗോൾഡ്. സോ പ്യൂർ, സോ പ്രഷ്യസ്. ഫാത്തിമ ഗോൾഡ്, കണ്ണൂർ, കമ്പിൽ, മട്ടന്നൂർ. കമ്മിങ് സൂൺ അറ്റ് പയ്യന്നൂർ. സന്തുഷ്ടമായ ദാമ്പത്യത്തിന് ആയുർവേദത്തിൽ നിന്നൊരമൃത്. ആയുർവേദ വിധിപ്രകാരം കന്മദം, വയൽച്ചുള്ളി, നായ്ക്കുരണപ്പരിപ്പ്, ജടാമാഞ്ചി, അമുക്കുരം, നറുനീണ്ട കിഴങ്ങ്, പാൽമുതുക്കിൻ കിഴങ്ങ് തുടങ്ങി 20 ആയുർവേദ മൂലികകൾ ചേർത്ത് തയ്യാറാക്കുന്ന ദിവ്യമായ കുടുംബൌഷധം ദിവ്യാമൃതം. ആയുർവേദത്തിൽ നിന്നും ആധുനിക ലോകത്തിനൊരമൃത്. Telephony Telecom Technologies, to be the #1 support service provider for telecom and IT solutions in the region with a global outlook and reach by providing cost-effective customer-oriented services. Telephony was a success from the word go. Today, Telephony can boast a veritable who's who of international companies as its clients.
Telephony Telecom Technologies, in search of true greatness. കേരളീയ മുസ്ലിംകളെ നവോത്ഥാനത്തിലേക്ക് നയിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഉസ്താദ്. സമസ്തയിലുണ്ടായ ദൗർഭാഗ്യകരമായ ഭിന്നിപ്പിന്റെ കാലത്തും ഷംസുൽ ഉലമയോട് കൈകോർത്തു നിന്നു മരക്കാർ ഫൈളി. ഷംസുൽ ഉലമയെ സ്മരിക്കുകയാണ് ഉസ്താദ്. കോട്ടക്കൽ മുദരിസായ കാലത്ത് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന സമസ്തയുടെ മഹല്ല് ജമാഅത്തുകൾ ഒരുമിച്ച് കൂടിയ സംഘടന തിരൂരങ്ങാടി മേഖലയിൽ മാത്രം തുടങ്ങി. അന്ന് ജില്ലയിലോ സംസ്ഥാനത്തോ അത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരൂരങ്ങാടി മേഖലയിലായിരുന്നു ആദ്യമായി അത് തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ മഹത്തായ SMF-ന്റെ ഒരു ഓർഗനൈസറായി, അതായത് ഒരു വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും പോയി പ്രബോധനം നടത്തുന്ന ചില പ്രത്യേക ഓർഗനൈസർമാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അന്ന് ആ ഓർഗനൈസറായി വെള്ളിയാഴ്ച തബ്ലീഗിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി ഓരോ മഹല്ലത്തുകളിൽ ചെന്ന് ദർസ് സ്ഥാപിക്കലും മറ്റുമായിട്ടാണ് ആദ്യം സമസ്ത കേരള ജമിയത്തുലമായുടെ പ്രവർത്തനത്തിൽ ഞാൻ തുടങ്ങിയത്. പിന്നീട് ജില്ലാ ജമിയത്തുലമായുടെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അതിനുശേഷം ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുലമായുടെ മുഷാവറ മെമ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയാണ് സമസ്തയുമായുള്ള ബന്ധം. മറ്റു സംഘടനകളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും സമസ്തയെ വേർതിരിക്കുന്നത് എന്തെന്ന ചോദ്യത്തിനുള്ള ഉസ്താദിന്റെ മറുപടി ചിന്തനീയമാണ്, പ്രസക്തവും. സമസ്തയെ വ്യത്യസ്തമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഏതൊരു സംഘടനയുടെയും സ്ഥാപനത്തിന്റെയും ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഉയർച്ചയും അതിന്റെ ഫലം നിലനിൽക്കലും പരിപൂർണമായി ആ സംഘടനയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയൊക്കെ സ്ഥാപിത ആളുകളെയും സ്ഥാപിത ലക്ഷ്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട ഞാൻ മനസ്സിലാക്കുന്നു. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഖുർത്തുബി എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ലമസ്ജിദുൽ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതദഹറു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഖുർത്തുബി ഇമാം പറഞ്ഞിട്ടുണ്ട്, വഫീ ഹാദിഹിൽ ആയത്തി ദലാലത്തുൽ അലാ അന്ന മബ്തുലിയ ബിഖസ്ദില്ലാഹി ബിതഖ്വല്ലാഹി വഖസ്ദിഹി യബ്ഖാ അസറുഹു വയസ്അദു സാഹിബുഹു. അള്ളാഹുവിന്റെ കരുത്തിലും അള്ളാഹുവിന്റെ തഖ്വയിലുമായി ഏതൊരു പ്രസ്ഥാനത്തെയോ ഏതൊരു വസ്തുവിനെയോ സ്ഥാപിക്കപ്പെട്ടോ അതിന്റെ ഫലം നിലനിൽക്കുകയും അതിന്റെ ആളുകൾ വിജയിക്കുകയും ചെയ്യും എന്ന് ഈ ആയത്തിൽ ദലാലത്തുണ്ടെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് മഹാന്മാരായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയത്. ആ അടിസ്ഥാനത്തിൽ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അള്ളാഹുവിന്റെ തഖ്വയിലും അള്ളാഹുവിന്റെ ഖസ്ദിലുമായി മാത്രം 90 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട മഹത്തായ സംഘടനയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ, അന്നുള്ള ഔലിയാക്കളായ മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ബിദ്അഈ പ്രസ്ഥാനങ്ങളെ ചെറുക്കാനും അതുപോലെ അരാജകത്വങ്ങളെ തടുക്കാനും മാത്രമല്ല മുസ്ലിം സമുദായത്തിലും സമൂഹത്തിലും നന്മയുണ്ടാക്കാനും നമുക്ക് ആലിമീങ്ങൾക്ക് ഒരു ഇജ്തിമാഅ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി വെറും ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ അള്ളാഹുവിന്റെ ഖസ്ദിലായി മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ പ്രവർത്തനങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിയിട്ടില്ല. ആ ലക്ഷ്യത്തിൽ അടിയുറച്ചുകൊണ്ടത് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്കാരണത്താൽ അതിന്റെ അസറും ഫലവും സമുദായത്തിലും സമൂഹത്തിലും കൃത്യമായി നിലനിൽക്കുന്നുണ്ട് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതിന്റെ പേരിലാണ് അന്ന് മുതൽ എന്റെ ജീവിതകാലത്തിൽ ഇതുവരെ സമസ്തയോട് അകലുന്ന ഒരു വിധത്തിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല. വേണ്ടത്ര ഉപദേശങ്ങളും അതിലുമപ്പുറം പ്രവർത്തനങ്ങളും സംവേദനോപാധികളും ഉണ്ടായിട്ടും ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന സമൂഹത്തെപ്പറ്റിയും പറയാനുണ്ട് ഉസ്താദിന്. സമൂഹത്തിന്റെ ധാർമ്മിക അധപതനം
പാടെ നിർത്താൻ ലോകത്തിൽ സാധിക്കുകയില്ല. അതിന്റെ വേഗത, അതിന്റെ ശക്തി കുറക്കുക. അതാണ് ഫത്തൂബാലിൽ ഖുറബാ ഇല്ലദീന യസ്തന്നൂന ബിസുന്നത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ആശയം. കാരണം സമൂഹം ദുഷിച്ചു പോകും, സമൂഹം നാശപ്പെട്ടു പോകും, ക്രമേണ നാശപ്പെടും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പേരിൽ സമൂഹത്തിലെ അധാർമിക പ്രവർത്തനങ്ങളെ പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു നിലക്കും സാധിക്കൂല. പിന്നെ ഈ പ്രവർത്തിക്കുന്ന ദഅവത്തിന്റെ ഒക്കെ അടിസ്ഥാന ലക്ഷ്യം ആ സമൂഹത്തിൽ വരുന്ന ജീർണതകളുടെയും നാശങ്ങളുടെയും വേഗത കുറച്ച്, അതിന്റെ ശക്തി കുറച്ച്, അതിന്റെ എണ്ണം കുറച്ച് നമ്മുടെ കടപ്പാടുകൾ നിറവേറ്റുക. അതേ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഒരളവോളം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമല്ല. വളർന്നു വരുന്ന ന്യൂ ജനറേഷനോട് ചില ഗൗരവമായ കാര്യങ്ങൾ പറയാനുണ്ട് മരക്കാർ ഫൈലി ഉസ്താദിന്. സമുദായത്തിനും സമൂഹത്തിനൊക്കെ നന്മ ഇനി ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തലല്ലാതെ യാതൊരു നിർവാഹവുമില്ല. ശാരീരിക അസ്വസ്ഥതകൾ ഏറെയുണ്ടെങ്കിലും അതെല്ലാം മറന്ന് ഒരു യുവാവിന്റെ ചുറുചുറുക്കോടെ ഇസ്ലാമിക പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി വ്യാപൃതനാണ് ഇന്നും ഉസ്താദ്. തളരാത്ത ആത്മബലത്തിന് പ്രചോദനമായത് ഒരുപക്ഷെ ഗുരുവര്യരുടെ ഗുരുത്വവും പൊരുത്തവുമായിരിക്കാം. അല്ലെങ്കിലും ഇഖ്ലാസുള്ള പണ്ഡിതർക്ക് തളർച്ചയെന്തിന്? അവരിവിടെ വിസ്മയം സൃഷ്ടിക്കുകയല്ലേ. ഷേഖുന മരക്കാർ ഫൈലി ഉസ്താദിനെ നാഥൻ അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. തൊവ്വലല്ലാഹു ഉംറഹ് വനഫഅന ബിഉലൂമിഹി ഫിദ്ദാറൈൻ. അല്ലാഹു 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 അല്ലാഹു. ഈ പരിപാടി